ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടിയാ പ്രാർത്ഥിക്കേണ്ടത്? അസാധാരണമായ ദൈവാത്മാവിന്റെ അഭിഷേകവും ശക്തിയും കൃപകളുമുള്ള സുവിശേഷ പ്രഘോഷകര് ലോകം മുഴുവൻ ഉണർന്ന് എഴുന്നേൽക്കണം. അസാധാരണമായ കൃപയുള്ളവര് ഉണർന്ന് എഴുന്നേറ്റെങ്കിൽ മാത്രമേ ലോകമെമ്പാടും സുവിശേഷവൽക്കരണം നടക്കുകയുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒന്ന് ശ്രദ്ധിക്കുക, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ബന്ധിതർക്ക് മോചനം എന്ന ഈ പുസ്തകം ആർക്കെങ്കിലും ആവശ്യമുള്ളവർ, സാമ്പത്തികമായിട്ട് പ്രയാസപ്പെടുന്നവർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു 100 രൂപ കൊടുത്താൽ നമ്മുടെ പ്രേക്ഷിതർ ആ പുസ്തകം തരും. നമുക്ക് ഇന്നത്തെ ലാഭനഷ്ടമൊന്നും പ്രതീക്ഷിച്ചല്ല, കാരണം അത്രയ്ക്ക് ശക്തമാണ് ഈ പുസ്തകം. അതുകൊണ്ട് ആവശ്യമുള്ളൊരു 1, 2, 5, 10 ഒക്കെ മേടിച്ചോ, വലിയ പ്രയോജനമാണ്. 100 രൂപയ്ക്ക് നിങ്ങൾക്ക് തരാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആവശ്യക്കാരെ മേടിക്കുക. പൈസ ഉള്ളവർ 150 കൊടുക്കുക, ഇല്ലെങ്കിൽ 100 കൊടുത്തായാലും നിങ്ങൾ വാങ്ങിക്കൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഈ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ നിലവിളിക്കണം. ഈ ഭാരതത്തിന്റെ മണ്ണിൽ അസാധാരണമായ ദൈവശക്തിയുടെ ശുശ്രൂഷകൾ വെളിപ്പെടണം. ഈ ഭാരതത്തിൽ ആകെ 2.5% ഉള്ളൂ ക്രിസ്തുവിനെ അറിഞ്ഞവരും വിശ്വസിക്കുന്നവരും ഒക്കെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഭാരതത്തിന്റെ സുവിശേഷവൽക്കരണത്തെ കുറിച്ച് ആർക്കെങ്കിലും ഒരു മനോഭാരമുണ്ടോ? ജനം പാപത്തിന്റെ ചളിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവരെ ഓർത്ത് കരയാനായിട്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ? എല്ലാ ദിവസവും രാവിലെ വൈകിട്ടോ കർത്താവേ ഈ ഭാരതത്തെ രക്ഷിക്കണം, സുവിശേഷകരെ ഉയർത്തണം, നിങ്ങൾ ആരെങ്കിലും കരയാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കരവരുത്തി കാണിച്ചേ. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ 1-2 പേരെ ഞാൻ കാണുന്നുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, നല്ല കാര്യം. നമ്മൾ തിരിച്ചറിയണം, ഈ ഭാരതം സുവിശേഷവൽക്കരിക്കപ്പെടണം. എല്ലാവരും ക്രിസ്തുവിനെ അറിയണമെങ്കിൽ അതിശക്തമായ ദൈവപ്രവൃത്തികൾ, മനുഷ്യന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാനാവാത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവിടെ നടന്നേ മതിയാവത്തുള്ളൂ. അതിന് തക്ക സുവിശേഷകരെയാണ് ഇനി നമുക്ക് ഉണ്ടാവേണ്ടത്. സെയിന്റ് ആന്റണിയുടെ കൈകളിലൂടെ സംഭവിച്ചതുപോലെ, സെയിന്റ് പാട്രിക്കിന്റെ കൈകളിലൂടെ സംഭവിച്ചതുപോലെ, ഫ്രാൻസിസ് പവോളയുടെ കൈകളിലൂടെ സംഭവിച്ചതുപോലെ, അനേകം വിശുദ്ധരുടെ കരങ്ങളിലൂടെ സംഭവിച്ചതുപോലെ അടയാളങ്ങളും അത്ഭുതങ്ങളും ഈ ഭൂമിയിൽ സംഭവിക്കണം. ഹല്ലേലൂയ. അല്ലാതെയൊന്നും ഇവിടെ സുവിശേഷവൽക്കരണം ഒന്നും നടക്കത്തില്ല. ഇനി മറ്റു വിജാതിരെ നമ്മൾ നേടുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മുടെ സഭയിലുള്ള ജനം തന്നെ ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എത്ര കുടുംബനാഥന്മാർക്ക് വിശ്വാസമുണ്ട്? എത്ര യുവതിയുവാക്കന്മാർക്ക് വിശ്വാസമുണ്ട്? ചിന്തിക്കണേ, എവിടെ പോയി നമ്മുടെ യുവതിയുവാക്കന്മാരൊക്കെ? ഹല്ലേലൂയ. അപ്പൊ ശരിക്കും ഇപ്പോൾ നവീകരണം നടക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലാണ്, നമ്മുടെ സഭയിലുള്ള ദൈവ മക്കളിലാണ്, വിശ്വാസികളിലാണ്. വിശ്വാസത്തിന്റെ ആ ഒരു ശക്തി കുറഞ്ഞ് ലോകത്തിന്റെ അരൂപിയിൽ ജീവിക്കുന്ന ഒരു പറ്റം ആളുകളെയാ ഇന്ന് എവിടെ നോക്കിയാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ജനത്തെ ക്രിസ്തുവിലേക്ക് നമുക്ക് നേടണമെങ്കിൽ, ജനത്തെ ക്രിസ്തുവിനായിട്ട് നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ലോകമെമ്പാടും നടക്കണം. ലോകം മുഴുവൻ അസാധാരണമായ ദൈവകൃപയുള്ള, വരദാനങ്ങളുള്ള, അഭിഷേകമുള്ള സുവിശേഷകർ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെയൊന്നും ഈ ലോകത്തിൽ ഇനി സുവിശേഷവൽക്കരണമൊന്നും അത്ര എളുപ്പമല്ല. ആദിമസഭയിൽ നടന്നതുപോലെയുള്ള അത്ഭുതങ്ങൾ, വിശുദ്ധന്മാരുടെ കരങ്ങളിലൂടെ സംഭവിച്ചതുപോലുള്ള അടയാളങ്ങൾ, രോഗശാന്തികൾ, മരിച്ചവരെ ഉയർപ്പിക്കുക, ഇതുപോലുള്ള പ്രവൃത്തികൾ ലോകമെമ്പാടും നടക്കണം. അതിനുവേണ്ടി കർത്താവ് ശക്തരായ സുവിശേഷകരെ അഭിഷേകം ചെയ്ത് ഉയർത്തണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്.
ഹല്ലേലൂയ. ധാരാളം വൈദികരും സന്യസ്തരും അൽമായരും ഒക്കെ വലിയ അഭിഷേകം പ്രാപിച്ചെങ്കിൽ മാത്രമേ ശക്തമായ ഒരു സുവിശേഷവൽക്കരണം നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പോകും. ഇത് പോരാ. ദൈവപ്രവൃത്തിയുടെ, അസാധാരണ ദൈവപ്രവൃത്തിയുടെ അതിശയകരമായ പ്രവൃത്തികൾ വെളിപ്പെടണം. വെളിപ്പെട്ടേ മതിയാവത്തുള്ളൂ. അതിനായിട്ടുള്ള ഒരു ശക്തമായ പ്രാർത്ഥനയാണ് ദൈവ മക്കളിലൂടെ ഉയരേണ്ടത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്ന എന്തിനു വേണ്ടിയാ? ക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തികൾ ഈ ഭൂമിയിൽ നിന്റെ കരങ്ങളിലൂടെ പരിശുദ്ധാത്മാവിന് ചെയ്യണം. പരിശുദ്ധാത്മാവിന്റെ ഏറ്റവും വലിയ ദൗത്യമത ക്രിസ്തുവിനെ ഉയർത്തുക. അവനാണ് രക്ഷകനെന്നും സൗഖ്യദായകനെന്നും എല്ലാവരോടും പ്രഘോഷിക്കുക. അവർ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയത. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ നയിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവാണ് കൃപാവരങ്ങൾ ശക്തമായി നമ്മിൽ നിറയ്ക്കുന്നത്. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, ദർശനവരം, പ്രവചനവരം, രോഗശാന്തിവരം, അത്ഭുത പ്രവർത്തനവരം, അന്യഭാഷാവരം, മരിച്ചവരെ ഉയർപ്പിക്കാൻ വരം, ഡെലിവറൻസിന്റെ വരം, ഒത്തിരി വരങ്ങളുണ്ട്. നേതൃത്വത്തിന്റെ വരം, കൗൺസിലിങ്ങിന് വരം, വചനം പ്രസംഗിക്കാൻ വരം. അങ്ങനെ വരങ്ങളുടെ ഒരു പ്രളയമാണ്. ഈ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ സ്വന്തമാക്കണം നമ്മൾ. ഹല്ലേലൂയ. ഈ കൃപാവരങ്ങൾ ഉപയോഗിച്ചുള്ള ശുശ്രൂഷയാണ് ജനത്തെ വിശ്വാസത്തിലേക്ക് ഉയർത്തുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ ഈശോ സഭക്കാരുടെ പ്രായമുള്ള വൈദികർ താമസിക്കുന്ന ക്രൈസ്റ്റ് ഹിൽ എന്ന അവിടെ പള്ളിയുണ്ട്. അവിടെ ആശ്രമത്തിൽ ഞാൻ പോയിരുന്നു. അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഏറെ വർഷമുണ്ടായിരുന്ന ഒരു തോമസ് അച്ഛനുണ്ട്. അച്ഛൻ പ്രായമായി വയ്യ. അച്ഛന് ഞങ്ങളുടെ മുണ്ടക്കയത്ത് ഏകദിനം നടക്കുന്ന പള്ളി എല്ലാ ശനിയാഴ്ച വന്ന് കുമ്പസാരിപ്പിക്കുമായിരുന്നു, കുർബാനയൊക്കെ ചെല്ലുമായിരുന്നു. വിശുദ്ധനായൊരു വൈദികനാണ് കേട്ടോ. അപ്പം ഞാൻ കോഴിക്കോട് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേ അച്ഛനെനിക്ക് മെസ്സേജ് ഇട്ടു, സാബുവിനൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. അപ്പം ഞാനിന്ന് രാവിലെ ഞങ്ങളുടെ പോയി. അവിടെ ചെന്നു. അവിടെ അച്ഛന്മാരൊക്കെ ഒന്നിച്ച് ഞങ്ങൾ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു. കഴിഞ്ഞിട്ട് അവിടുത്തെ നേരത്തെ അവരുടെ സുപ്പീരിയർ ആയിരുന്ന അച്ഛൻ്റെ നട്ടല് ഡിസ്ക് വേദനയാണ്. പ്രാർത്ഥിച്ച നിമിഷം തന്നെ അച്ഛനെ കർത്താവ് ഹീൽ ചെയ്തു. അച്ഛൻ കുനിഞ്ഞു നിവർന്നു. അച്ഛന് 80 വയസ്സുണ്ട്. കുനിഞ്ഞു നിവർന്നു എഴുന്നേറ്റു. അച്ഛൻ ഒരു കുഴപ്പമില്ല. അച്ഛൻ പറഞ്ഞു, എനിക്ക് വേദന ഇല്ല ഇപ്പോൾ. വേദന മൂലം ഒത്തിരി കഷ്ടപ്പെടുകയായിരുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു വൈദികൻ, അച്ഛൻ്റെ പേര് പറയാം, പോൾസൺ. അച്ഛനും ഞാനുമായിട്ടൊരു ബന്ധമുണ്ട്. ആ ബന്ധം വലിയൊരു ബന്ധമാണ്. 1996 പാലാ താബോർ ധ്യാനമന്ദിരത്തിൽ ധ്യാനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ വന്നിട്ട് സംസാരിച്ചു, പരിചയപ്പെട്ടു. വീട് കാലടിയിലാണ്. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യുന്നു? മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവാണ്. ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നെ കാണിക്കുകയാണ്, എൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തി ഒരു വൈദികനായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് അല്ലെ മിടുക്കനായിട്ടിരിക്കുന്നു. ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. പിന്നെ വൈദികൻ. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഈ വ്യക്തിയെ ഞാൻ വൈദികനാകാനായിട്ട് തിരഞ്ഞെടുത്താണ്, എൻ്റെ വിളി ഇട്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു, വൈദികനാകാൻ ആഗ്രഹം വല്ലതും ഉണ്ടെന്ന് വെച്ചു. അങ്ങനെ ആഗ്രഹമുണ്ട്, പക്ഷേ അങ്ങനെ ഒരു ഉറച്ച തീരുമാനമൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഈ ധ്യാനത്തിൽ പ്രാർത്ഥിച്ചു, ഒരു തീരുമാനമെടുക്കണം. കർത്താവ് വിളിക്കുന്നു. 1996 ഈ സംഭവം. ഹല്ലേലൂയ. ഇപ്പം 30 വർഷമാകാൻ പോകുന്നു. അടുത്ത വർഷം 30 വർഷമാവും. അച്ഛൻ പറയുകയാണ്, ആ ധ്യാനം കൂടി, ആ ധ്യാനത്തിൽ തീരുമാനമെടുത്തു സെമിനാരിൽ ചേരാൻ. അത് കഴിഞ്ഞ് ഈശോ സഭയിൽ ചേർന്നു, വൈദികനായി. ഒരു 15 വർഷം മുൻപ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ കോൺവെൻറ്റിൽ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അവിടുത്തെ മദർ പറഞ്ഞു, ബ്രദറിനെ അടുത്തറിയാവുന്ന അച്ഛൻ ഇന്ന് കുർബാനയെല്ലാം വരുന്നു പറഞ്ഞു. പേരൊക്കെ പറഞ്ഞു, പോൾസൺ. ഞാൻ പറഞ്ഞ, എൻ്റെ ഓർമ്മയിൽ അങ്ങനെ കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അച്ഛൻ വന്നപ്പോഴോട് പറഞ്ഞു, അന്ന് ഞാൻ താബൂർ ധ്യാനം കൂടി തീരുമാനമൊക്കെ എടുത്താണ്. അതിനുശേഷം ഞങ്ങൾ തമ്മിൽ കണക്ഷനൊന്നുമില്ല. പക്ഷെ ഇന്ന് ആശ്രമത്തിൽ ചെന്നപ്പോൾ ഇതേ പോൾസൺ അച്ഛൻ അവിടെയുണ്ട്. 30ാമത്തെ വർഷം വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് കണ്ടുമുട്ടുകയാണ്. ഹല്ലേലൂയ. അച്ഛൻ ഇന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പറയുകയാണ്, അന്ന് ആ ധ്യാനത്തിലാണ് തീരുമാനമെടുക്കുന്നത് വൈദികനായിട്ട് ചേരുവാനായിട്ട്. സെമിനാരിൽ ചേർന്നു, വൈദികനായി. വർഷം ഉണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വെളിപ്പാടുകള്, സന്ദേശങ്ങള്, ദർശനങ്ങള്, പ്രവചനങ്ങള്
കർത്താവ് ശക്തമായിട്ട് തരും. പ്രാർത്ഥനയിലാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. ദർശനങ്ങളും വെളിപ്പെടുത്തലുകളും എല്ലാം ആത്മാവ് തരുന്നതാണ്. ആഴമായ പ്രാർത്ഥനയുടെ മനുഷ്യനാവണം, ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയണം. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദൈവാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ പറയാനുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയതും സംസാരിച്ചതും ദർശനങ്ങളും ഒത്തിരി സംഭവങ്ങൾ. ഞാൻ ഒരെണ്ണം കൂടി പങ്കുവയ്ക്കുന്നു. സീറോ മലബാർ സഭയുടെ UK-യിലുള്ള പ്രിസ്റ്റൺ രൂപതയുടെ ബിഷപ്പ് ജോസഫ് സ്രാമ്പിക്കൽ പിതാവ് വൈദികനായിരിക്കുമ്പോൾ അന്ന് ഞാൻ പാലാ താബോർ ധ്യാന മന്ദിരത്തിൽ എല്ലാ മാസവും ധ്യാനമുള്ള കാലമാണ്, വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ 17 വർഷമായി. അന്ന് അച്ഛന് പാലായിൽ വലിയ പിതാവിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ എൻ്റെ ധ്യാനത്തിൽ വരും, കുർബാനയിലും ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഒരു ദിവസം കുർബാനയൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നമുക്ക് ഇച്ചിരി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ കാണുകയാണ് അച്ഛൻ ബിഷപ്പായിട്ട് തൊപ്പി വെച്ച് പടിയൊക്കെ പിടിച്ച് ഒക്കെ കാണുകയാണ്. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ജോസഫ് അച്ഛൻ ഒരു ബിഷപ്പാവും, ഞാൻ അത് ഉയർത്തും. 17 വർഷം മുൻപത്തെ സംഭവമാണ്. ഞാൻ പറഞ്ഞു, അച്ഛാ കർത്താവ് എന്നെ ഇങ്ങനെ കാണിക്കുന്നു, അച്ഛൻ ഒരു ബിഷപ്പാവും. അച്ഛനൊന്ന് ചിരിച്ചു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നീട് അച്ഛൻ റൂമിലേക്ക് പഠിക്കാൻ പോയി, ഡോക്ടറേറ്റ് എടുത്തു. പിന്നെ നമ്മുടെ ഒരു സെമിനാരിയിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് വർഷങ്ങൾ കടന്നുപോയി. ഏകദേശം 8 വർഷം. ഇപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. 8 വർഷം കഴിഞ്ഞ് ഇപ്പോൾ 9 വർഷമായി രൂപത ഉണ്ടായിട്ട്. 8 വർഷം കഴിഞ്ഞ് അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ എന്നെ വിളിച്ചു, പാലായിക്കൊന്ന് വരണം, നമുക്ക് ഇച്ചയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പാലായിക്ക് പോയി. എൻ്റെ മൂത്ത മോനുണ്ട്, അവനാണ് വണ്ടി ഓടിക്കുന്നത്. ഞങ്ങളവിടെ ചെന്നു. പിതാവായിട്ട് അച്ഛനുമായിട്ട് കാണാൻ സംസാരിക്കാൻ പോവാ. അച്ഛൻ വന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങും. ഞങ്ങളൊരു വീട്ടിലാണ്. വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പരിശുദ്ധാത്മാവ് എൻ്റെ വീട്ടിൽ പറഞ്ഞു, നീ ചെന്നാൽ കൈമുത്താൻ പറഞ്ഞു. ആത്മാവ് പറയാ, അച്ഛൻ കൈമുത്തിക്കൊള്ളാൻ. ഞാൻ ഇറങ്ങി ചെന്നു, കയ്യെ പിടിച്ചു, കൈ അങ്ങ് മുത്തി. എന്നെ കെട്ടിപ്പിടിച്ചു. ഞങ്ങൾ വീട്ടിൽ കയറി ഞങ്ങൾ അവിടുന്ന് കാപ്പിയെ കുടിച്ചു. അച്ഛനും ഞാൻ കൂടെ ഒന്നിച്ചിരുന്ന് മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും എന്നെ ആ ദർശനം കാണിക്കണം. അച്ഛനെ പണ്ട് കാണിച്ച് പറയണം, താമസിയാതെ ഈ ഉന്നത പദവിയിലേക്ക് ഞാൻ ഉയർത്തും. ഞാൻ പറഞ്ഞു, അച്ഛാ കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ബിഷപ്പ് എന്ന ആ ഉന്നത പദവിയിലേക്ക് താമസിയാതെ അച്ഛനെ കർത്താവ് ഉയർത്തും, അത് സംഭവിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിച്ച് പിരിഞ്ഞു. വണ്ടി കയറാൻ നേരത്ത് മോനോട് പറഞ്ഞു, താമസിയാതെ ബിഷപ്പാകും, പ്രാർത്ഥിച്ചോളൂ പറഞ്ഞു. ഒറ്റയാഴ്ച കഴിഞ്ഞപ്പോൾ വാർത്ത വരുന്നു, ജോസഫ് അച്ഛനെ ബിഷപ്പായിട്ട്, UK-യുടെ ബിഷപ്പായിട്ട്, പ്രിസ്റ്റൺ രൂപതയുടെ ബിഷപ്പായിട്ട് പ്രഖ്യാപിച്ചു. നല്ലൊരു കൈയടി ഈശോ കൊടുക്കുന്നേ, നല്ലൊരു കൈയടി. പിറ്റേ ദിവസം രാവിലെ ജോസഫ് അച്ഛൻ ബിഷപ്പാണ്, എന്നെ വിളിച്ചു. ചോദിച്ചു, സാബു നീ ഇവിടെ? ഇപ്പം ഞാൻ പറഞ്ഞ, അച്ഛാ കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാനമാണ്, നാളെ രാവിലെ 9 മണിക്ക് ഞാൻ വരും, നാളെ ഞാൻ ആ കുർബാനയിലെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ വന്നു, മാലയൊക്കെ ഇട്ട് നല്ല എന്തൊരു സന്തോഷമായിരുന്നു. ഞങ്ങൾ രാജ്യമായിട്ട് സ്വീകരിച്ചു, സ്റ്റേജിലിരുത്തി, മൈക്ക് കൊടുത്തു. ഞാൻ പരിചയപ്പെടുത്തി ജനത്തിന്. 1200 പേര് ധ്യാനിക്കുന്നുണ്ട്. മൈക്ക് കൊടുത്തു. ആ മൈക്കിലൂടെ അന്ന് 8 വർഷം മുൻപ് കർത്താവ് എന്നിലൂടെ സംസാരിച്ച മുഴുവൻ ദർശനങ്ങളും എല്ലാ കാര്യങ്ങളും പിതാവ് അവിടെ സാക്ഷ്യപ്പെടുത്തി. കുർബാന ചൊല്ലി എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചിട്ട് മടങ്ങും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നല്ല ഒരു സ്നേഹബന്ധമുണ്ട്. അടുത്ത നാൾ UK ചെന്നപ്പോഴും പിതാവിനെ കണ്ടിരുന്നു. അപ്പം ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് വെളിപ്പെടുത്തും. ഇന്നലകളും ഇന്നുകളും നാളുകളും വരാനിരിക്കുന്ന കാര്യങ്ങളും മരണങ്ങളും ജനനങ്ങളും എല്ലാം ദൈവത്തിൻ്റെ ആത്മാവിനറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് കൃത്യമായിട്ട് വെളിപ്പാടുകൾ നൽകും, സന്ദേശങ്ങൾ നൽകും. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട്, ആത്മാവ് വെളിപ്പെടുത്തിയ അനുഭവങ്ങൾ. ഹല്ലേലൂയ. കരമുയർത്തി നന്നായിട്ട് ഒന്ന് സ്തുതിക്കാൻ പറ്റുമോ? ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. ആത്മാവിന്റെ വരങ്ങളും കൃപകളും കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ചൊന്ന് സ്തുതിച്ചേ, ശക്തിയോടെ കരമടിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, അഭിഷേകത്തോടെ കരമടിച്ചേ. യേശുവേ എന്ന് വിളിച്ചേ, ശക്തിയോടെ വിളിച്ചേ. പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും.
എസെക്കിയേൽ 36, 25, 26, 27 വചനങ്ങളിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളെ വിശുദ്ധീകരിക്കും, ശിലാഹൃദയം എടുത്തുമാറ്റും, മാംസഹൃദയം. നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വരം കേൾക്കുവാൻ, ആത്മാവിൻ്റെ വെളിപ്പെടുത്തൽ സ്വീകരിക്കാൻ പറ്റിയ ഒരു പുതിയ ഹൃദയം ആവശ്യമുണ്ട്. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിർമ്മലാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഈ ലക്ഷ്യത്തോടെ തന്നെയാണ്. അവന്റെ കുരിശുമരണത്തിനു ശേഷം എല്ലാവരുടെ മേലും ആത്മാവിനെ വർഷിക്കുക. പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ പത്രോസിന്റെ ആദ്യ പ്രസംഗം അപ്പോസ്തലരുടെ പ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 17-18 വചനങ്ങൾ പറയുന്നുണ്ട്, അവസാന നാളുകളിൽ സകല ജനത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രികളും പ്രവചിക്കും, യുവാക്കന്മാർക്ക് ദർശനം ഉണ്ടാകും, നിങ്ങളുടെ പുത്രന്മാർ സ്വപ്നങ്ങൾ, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, അവർ പ്രവചിക്കുകയും ചെയ്യും. എൻ്റെ ദാസന്മാരുടെ മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, അവർ പ്രവചിക്കും. പ്രവചനത്തിന്റെ ആത്മാവ്, വെളിപാടിന്റെ ആത്മാവ്, ദർശനത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ഡെലിവറൻസിന്റെ ആത്മാവ് നമ്മുടെ മേൽ നിറയും. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല,